നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. വേനലവധി എത്തി. പഠനത്തിൽ നിന്ന് മാറി കുട്ടികളുടെ മാനസിക ശാരീരിക സന്തോഷത്തിലേക്കുള്ള ദിനങ്ങളാണിനി. കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വേനലവധി ക്യാമ്പുകളുടെ പരസ്യ ചിത്രങ്ങൾ സജീവമായി. ഈ ക്യാമ്പുകളിൽ കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കൾ നിരവധി കാര്യങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ക്യാമ്പുകളിലും രക്ഷിതാക്കളിൽ നിന്ന് നല്ല പണം വാങ്ങിയാണ് കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാഹസികതയും കായിക താൽപ്പര്യങ്ങൾ വളർത്താനും നല്ല ക്യാമ്പുകൾ സഹായിക്കുമെന്നതിൽ സംശയമില്ല. കുട്ടികളുടെ താൽപ്പര്യമാണ് പ്രധാന ഘടകം. കലയിലാണോ കായിക ഇനത്തിലാണോ താൽപ്പര്യമെന്ന് ആദ്യം നമ്മൾ മാതാപിതാക്കൾ തിരിച്ചറിയണം. ക്യാമ്പുകളിലെ പരിശീലകരുടെ യോഗ്യത, പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ, ശുചിമുറി, കുടിവെള്ളം എന്നിവയുടെ ലഭ്യത നമ്മൾ ഉറപ്പാക്കണം. കുട്ടികളുടെ പ്രായത്തിനും ശരീരഘടനയ്ക്കും യോജിച്ച കളികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാലാവസ്ഥയ്ക്കും തിരഞ്ഞെടുക്കുന്ന കളിക്കും അനുസരിച്ചുള്ള അയഞ്ഞ, അതായത് കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത്. സ്വന്തമായി ഉപയോഗിക്കാൻ വാട്ടർ ബോട്ടിൽ കുട്ടികൾക്ക് നൽകണം. മധുരവും ഉപ്പും കലർന്ന നാരങ്ങ വെള്ളമായിരിക്കും നല്ലത്. ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക. ക്ഷീണം മാറ്റാൻ ലഘുഭക്ഷണങ്ങൾ നൽകാം. പരിശീലന സമയത്ത് ധരിച്ച വസ്ത്രങ്ങളും സോക്സും ദിവസവും കഴുകി വേണം ഉപയോഗിക്കാൻ. പരിശീലനത്തിന് ശേഷം നനഞ്ഞ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും മാറ്റി എത്രയും വേഗം കുളിക്കണം. കുട്ടികളുടെ സന്തോഷത്തിനായിരിക്കണം മുൻഗണന. പരിശീലന ക്യാമ്പുകളിൽ അനാവശ്യമായി നമ്മൾ മാതാപിതാക്കൾ ഇടപെടേണ്ട. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്യാമ്പ് അധികൃതരെ മുൻകൂട്ടി അറിയിക്കുവാൻ മറക്കരുത്. നമ്മുടെ മക്കൾ പറക്കട്ടെ, വർണ്ണച്ചിറകുകൾ വീശി, ആഹ്ലാദത്തോടെ ആരോഗ്യത്തോടെ. ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.